നമ്മളോടൊപ്പം സ്ഥലത്തെ എംപിയും ഒപ്പം മുൻ എംഎൽഎയുമായ കെ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. തീർച്ചയായും താങ്കളെ സ്നേഹിക്കുന്നവർക്ക് വോട്ട് ഇത്തവണ താങ്കൾ ചോദിച്ചിട്ടു. താങ്കളെ സ്നേഹിക്കുന്നവർ UR പ്രദീപിന് വോട്ട് ചെയ്യണം എന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ സ്നേഹിക്കുന്നവരുടെ എല്ലാം വോട്ട് പെട്ടിയിലായി എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിക്കുമെന്ന്. അതിൻ്റെ കാരണം ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുകയാണ്. കഴിഞ്ഞ 8.5 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടം എല്ലാ ജനവിഭാഗങ്ങൾക്കും കിട്ടിയ പോലെ തന്നെ ചേലക്കര മണ്ഡലത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒന്നതാണ് ആ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 96-ന് ശേഷം ഈ ചേലക്കര മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ അതിവിടുത്തെ ആളുകൾ അനുഭവിച്ചറിഞ്ഞതാണ്. പുറമേ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ആളുകൾ പറഞ്ഞു പോകുന്നതല്ല. ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ഒന്നും നടന്നില്ല എന്നൊക്കെ പറയുന്നവരെ ഇവിടെ കാണാത്തവരാണ്. അവരെയൊക്കെ ഞങ്ങളൊന്ന് ക്ഷണിക്കുന്നുണ്ട്. ഇവിടെ മുരടിപ്പാണെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ ആളുകളും സൗകര്യമുണ്ടെങ്കിൽ നമ്മുടെ ചിലവിൽ അവരെ എല്ലാം ഈ ചെയ്ത കാര്യങ്ങൾ ഇനിയെങ്കിലും നിഷ്പക്ഷമായിട്ട് ചെയ്ത കാര്യങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കാൻ തരും. അത് ജനങ്ങൾക്കറിയാം ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണോ, ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഒരാൾ വന്ന് കുറ്റപ്പെടുത്തിയാലും ആ കുറ്റപ്പെടുത്തലുകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ജനങ്ങൾ. ഇത് സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടിയായി കരുതാമല്ലേ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അവസാനിപ്പിക്കാൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്ന് വിശ്വസിച്ച ആളുകൾക്കെല്ലാം ഉള്ള മറുപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർക്കാൻ കഴിയില്ല. അത് വലിയ ശക്തിയോടുകൂടി 2026-ൽ തിരിച്ചു വരും. ഇപ്പോൾ 4 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു. എത്രത്തോളം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? പ്രതീക്ഷിക്കാൻ നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നാണ്. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ പാർട്ടി നേരത്തെ ഇടതുപക്ഷ മുന്നണി പ്രതീക്ഷിച്ച പോലെയുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും. അങ്ങേക്ക് കിട്ടിയതിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങേക്ക് കിട്ടിയതിനോടൊപ്പം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോഴത്തെ ഇപ്പോൾ പാർലമെന്റ് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ആയി കഴിഞ്ഞു. ലോക്സഭ അസംബ്ലിയിലോ 2021-ൽ കിട്ടിയ ഭൂരിപക്ഷത്തിലേക്ക് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ അപ്പുറത്തെ ഭൂരിപക്ഷം കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ട് 39,400-ലപ്പുറത്തേക്ക് വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം എത്ര കണ്ട് നിറവേറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ പല ഇത് കഴിഞ്ഞാലേ പറയാൻ കഴിയും. UDF ഉന്നയിച്ച പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു മറുപടി എന്നുകൂടിയാണ് ഇതിനെ കരുതേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും എല്ലാ കുപ്രചരണങ്ങൾക്കും കള്ളപ്രചാരവേലയ്ക്കുമുള്ള നല്ല മറുപടി ചേലക്കരക്കാർ കൊടുത്തിരിക്കുകയാണ്. അത് കേരളത്തിനും ലോകത്തിനും ഒക്കെ തന്നെ ഒരു പുതിയ സന്ദേശമാണ്. കള്ളപ്രചാരവേലയ്ക്ക് മുന്നിൽ ജനങ്ങൾ കീഴടങ്ങില്ല, കുപ്രചരണങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങില്ല. അത് ജനങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷത്തിന് നല്ല വിജയം ഉണ്ടാക്കുന്നത്. വളരെയധികം നന്ദി. താങ്കൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അതാണ് 4 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ വലിയ വിജയാഹ്ലാദം ഇപ്പോൾ തന്നെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. LDF പ്രവർത്തകരൊക്കെ കൗണ്ടിംഗ് സെന്ററിന് മുന്നിലേക്ക് എത്തുകയാണ്. ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം പ്രവിത ലക്ഷ്മി, ചേലക്കര.